പരിശുദ്ധമാക്കപ്പെട്ട ബദർ യുദ്ധം നടന്ന രണാങ്കണ ഭൂമിയിലാണ്. ഈ കാണുന്ന എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് മസ്ജിദുൽ അരീഷ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൻ്റെ യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവാണ്. തലേ ദിവസം വന്ന് ടെൻറ്റൊക്കെ കെട്ടി ദുആയിലായി കരഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. അരീഷ് എന്ന് പറഞ്ഞാൽ കൂടാരം എന്നുള്ളതാണ്. അങ്ങനെ ടെൻറ്റ് കെട്ടുന്നു. ഈ ഭാഗത്താണ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്താണ് നമ്മുടെ സ്വഹാബാക്കൾ, 300-ലധികം വരുന്ന സ്വഹാബാക്കൾ അണിനിരന്നിട്ടുള്ളത്. 313 വരുന്ന സ്വഹാബാക്കൾ, അവർ വളരെ ദരിദ്രരാണ്. അവരുമായിട്ട് ബദറിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പറയുക. അങ്ങനെ ബദറിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അബൂ സുഫിയാൻ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ? ഇപ്പം എവിടെ എത്തി കച്ചവട സംഘം, ഇന്നത്തെ പോലെ ഫോണോ അല്ലെങ്കിൽ ലൊക്കേഷനോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ രണ്ടുപേരെ എന്നിട്ട് അഡ്വാൻസ് ആയിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടുന്നുണ്ട് എവിടെ എത്തി എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവർ ഇവിടെ വരുന്നു. അവർ ഏകദേശം ഈ പരിസരത്ത് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണർ ഇതല്ല, ഞാൻ വേറെ ഒരു ഇതാ പറയുക. അപ്പോൾ അവിടെ 2 പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, വെള്ളമെല്ലാം കോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളമെല്ലാം കോരുന്ന കണ്ടപ്പോൾ അവരുടെ വർത്തമാനത്തിൽ നിന്ന് അബൂ സുഫിയാൻ, അപ്പോൾ എന്തിനാ ഈ പെണ്ണുങ്ങൾ ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ, ഈ ബിസിനസ്സുകാർ വരുമ്പോഴാണ് ഇവിടെ, നമുക്കറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിൽ, പെരുന്നാളിൻ്റെ ദിവസം അന്ന് ഫുള്ള് കച്ചവടക്കാരായിരിക്കും. കാരണം അവർക്ക് കുറേ കച്ചവടം കിട്ടും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പെണ്ണുങ്ങൾ ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് പൈസ വാങ്ങുന്ന പെണ്ണുങ്ങളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം 2 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തും. അന്നേരം ഇപ്പോൾ ഇതെല്ലാം നമുക്ക് വിറ്റിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കണം. അപ്പോൾ ഏകദേശം ഇവർക്ക് മനസ്സിലായി ഈ വഴി തന്നെയാണ് അബൂ സുഫിയാൻ വരുന്നത്. പക്ഷേ അബൂ സുഫിയാൻ എന്ത് ചെയ്യാണ്, നേരത്തെ അറിഞ്ഞു ഇവിടെ ശത്രുക്കളെ, അതായത് മുഹമ്മദിൻ്റെ ഒരു കൂട്ടം ഇവിടെ വന്നിട്ട് നമ്മളെ ആക്രമിക്കാൻ നിൽപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ ലംലം എന്ന് പറയുന്ന ഒരുത്തരം നേരെ മക്കയിലേക്ക് ഒരു വശത്തൂടെ അയച്ചു. എന്നിട്ട് മക്കയിൽ പോയിട്ട് പറഞ്ഞു ഖുറൈശികളെ ആക്രമിക്കാൻ, അതായത് അബൂ സുഫിയാൻ എൻ്റെ കയ്യിലുള്ള സ്വത്തും സമ്പത്ത് ആക്രമിക്കാൻ വേണ്ടി ഭയങ്കര എന്നെ സഹായിക്കണമെന്നൊക്കെ പറയുന്ന ഒരുത്തൻ അവിടെ പോയി. അപ്പോൾ എന്നിട്ട് അബൂ സുഫിയാൻ വേറൊരു വഴിക്ക് കയറി മക്കയിലെത്തി. അപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നിങ്ങനെ തമ്പടിക്കുക, കാരണം ഇവർ വരുമല്ലോ ഒരു സ്വാഭാവികമായിട്ട്. പക്ഷെ മക്കയിലെത്തിയ ടീമുകൾ അപ്പോൾ പറഞ്ഞു, ആഹാ മുഹമ്മദ് അത്രയ്ക്കായോ, കാരണം ആദ്യത്തേതാണല്ലോ. അപ്പോൾ അവരെ അഹങ്കാരത്തോടെ അബൂ ജഹലും അബൂ സുഫിയാൻ എല്ലാ ടീമുകളുമായിട്ട് ഈ ടീം തങ്ങൾ എന്ത് ചെയ്യാൻ, ആദ്യം വന്നത് നിബിധകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ നല്ല സ്ഥലത്ത് വന്ന് ടെൻ്റ് അടിച്ചു. കാര്യം ആ കാണുന്ന കെട്ടുണ്ടോ, ഈ കാണുന്ന കെട്ട് അവിടെ ആയിരുന്നു നമ്മൾ പാട്ടൊക്കെ കേൾക്കാറില്ലേ, വമ്പുറ്റ ഹംസ റളിയല്ലാഹു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാടി ടംബി അസുബദ്, അതായത് അതിനകത്ത് നല്ല ശുദ്ധമായ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ സഹാബാക്കൾ കുടിക്കാനും എല്ലാം ഇവിടെ ആദ്യം വന്ന ആളുകൾ എന്ന നിലയിൽ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശത്രുപക്ഷത്തു നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി അസൂദ് വരുന്നത്. അതാണ് ആ പാട്ടിൻ്റെ ഒരുക്കം. അപ്പോൾ ഹംസ റളിയല്ലാഹു ചാടിയിട്ട് പോട എന്നൊക്കെ പറയുന്നത് വാട്ടി ഓടിക്കുന്ന രംഗമുണ്ട്. ഏതായാലും അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് വൈകുന്നേരം തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് യുദ്ധഭൂമിയിലൂടെ. കാരണം ഇത് നടക്കാൻ പോകുന്ന യുദ്ധം. അപ്പോൾ എന്നിട്ട് ഓരോ സ്ഥലം കാണിച്ചു കൊടുത്തതാ, ഇവിടെ ഉത്തുബത്ത് വീഴും, ഇവിടെ ഷെയ്ബത്ത് വീഴും, ഓരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. ഇവിടെ അവൻ മരിച്ചു വീഴും, ഇവൻ മരിച്ചു വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് തലേന്ന് ഇങ്ങനെ നടക്കുകയാണ്. അന്ന് വൈകുന്നേരം തങ്ങൾ വീണ്ടും വന്ന് കാര്യമായ രീതിയിൽ ദുആ ചെയ്യുകയാണ്. അങ്ങനെ കരഞ്ഞ് കാരണം ഈ യുദ്ധത്തിലെങ്ങാനും അല്ലാഹുവേ ഞങ്ങൾ തോറ്റാൽ, ഉള്ളിലുള്ള സഹാബാക്കൾ ഇല്ലാതായാൽ ഈ ലോകത്ത് പിന്നെ ദീനില്ല, ആ ഒരവസ്ഥയാണെന്ന് കരഞ്ഞു പറഞ്ഞ് അന്ന് രാത്രിയിൽ അള്ളാഹു എന്ത് ചെയ്യാണ്. അപ്പോൾ സഹാബാക്കൾ ആകെ ക്ഷീണിച്ച് ഇത്രയും യാത്രയെല്ലാം ചെയ്ത് മടുപ്പാണല്ലോ. അന്ന് ഒരു മഴ പെയ്യാണ്. അന്ന് ഈ സഹാബാക്കളെല്ലാം നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും അവർക്കൊരു എന്താ പറയുക, ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു ആഫിയത്ത് കിട്ടുമല്ലോ. ഇപ്പോൾ യാത്രയിൽ ഒരു ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് നമുക്കൊരു എന്ന് പറഞ്ഞ പോലെ അവർക്ക് സുഖം. പക്ഷേ എന്ത് സംഭവിച്ചു, ഇതൊരു ചരിവായ പ്രദേശമാണ്. അപ്പോൾ ഇവിടെ മഴ പെയ്തപ്പോൾ ഇവിടെ എല്ലാം ഈ പറയുന്ന ഭൂമിയെല്ലാം നല്ലൊരു ഗ്രിപ്പ് കിട്ടി. ഈ വെള്ളമെല്ലാം ഒലിച്ച് ശത്രുക്കൾ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും പിറ്റേന്ന് ദ്വന്ദ്വ യുദ്ധം നടക്കുകയാണ്. ദ്വന്ദ്വ യുദ്ധം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സഹാബാക്കളിൽ നിൽക്കും 2-3 പേര്. എന്നിട്ട് പറയും എന്നോട് യുദ്ധം ചെയ്യാൻ ആരാ ഉള്ളത്. അപ്പോൾ ചെറിയ പിള്ളേരൊന്നും അല്ല വരിക. അപ്പോൾ അവർക്ക് ഈ പറ്റിയ ടീം തരപ്പടി എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പോൾ അങ്ങനെ 3 പേര് സഹാബാക്കൾ ഇവിടെ റെഡി ആയപ്പോൾ അവരെ തുരത്താൻ വേണ്ടി വലിയ ഉത്തുബത്ത് ഷെയ്ബത്തിന് പോലെയുള്ള വലിയ ടീമുകൾ നേരെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഇസ്ലാമിൻ്റെ സഹാബാക്കൾ എന്ത് ചെയ്യണം, അവരെ വകവരുത്തി, അവരെ ഇല്ലാതാക്കി. അതിനുശേഷം പിന്നെ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ യുദ്ധത്തിൻ്റെ വേണ്ടി ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നിർത്തിയിട്ട് പടയങ്കിയെല്ലാം എറിഞ്ഞിട്ട് വരികയാണ്. എന്നിട്ട് പറയാണ്, ആരും പേടിക്കട്ടെ, ഞാൻ കാണുന്നുണ്ട് മലക്കുകൾ തലപ്പാവ് ധരിച്ചിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അപ്പോൾ യുദ്ധം തുടങ്ങിയല്ലോ. തൊട്ടപ്പുറത്ത് 2 ചെറിയ പിള്ളേരാണ്, 10-16 വയസ്സുള്ള പിള്ളേർ. അവർ ഇടയ്ക്ക് ഇങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ട് പറഞ്ഞു, മാമ ഇവിടെ അബൂജഹൽ ആരാന്ന് ചോദിച്ചു. അബൂജഹലിനെ ഒന്ന് കാണിച്ചു തരാമോ. അപ്പോൾ ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ സഹാബിയാണ്. അദ്ദേഹം ഓർക്കുന്നുണ്ടോ, 2 പിള്ളേരാണല്ലോ എൻ്റെ അപ്പുറം ഇപ്പുറമുള്ളത്. വലിയ ആൾക്കാരായിരുന്നെങ്കിൽ എനിക്കൊരു ശത്രുക്കളെയൊക്കെ വലിച്ചു കെട്ടാൻ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം നിൽക്കുന്ന ആളാണെന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു രസകരമായ സീറയാണ്.
കുറച്ച് സമയം കഴിയുമ്പോഴല്ലോ ഈ രണ്ട് പിള്ളേരാണ് അബൂജഹലിനെ എന്ത് ചെയ്യുന്നത്, വധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പൊ ഒരു സഹാബി ഒരു മുശ്രിക്കിനെ പിടിച്ചു കെട്ടി കൊണ്ടിരുന്നുണ്ട്. അപ്പൊ സഹാബി പറയാണ്, ഞാനാണ് ഇവനെ പിടിച്ചു കെട്ടിയത്. അപ്പൊ മുശ്രിക്ക് പറയുന്നുണ്ട്, ഇവരൊന്നും അല്ല എന്നെ കെട്ടിയത്. മുശ്രിക്ക് പറയാ, എന്നെ കെട്ടിയത് ഒരു വെളുത്ത തലപ്പാവ് ധരിച്ച ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, അതൊന്നും അല്ല. ആ സഹാബി പറയുന്നുണ്ട്, ഞാനാ കെട്ടിയത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക, അത് മലക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സംഭവങ്ങളാണ്. ബദർ നടന്ന രണാങ്കണ ഭൂമിയിലൂടെയാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ MIC-യുടെ ഈ ഗ്രൂപ്പ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ വരും. മോളുടെ താഴെ ഒരു വെളുത്ത മണല്. അപ്പൊ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അവിടെയാണ് മലക്കുകൾ ഇങ്ങനെ 3000-ഓളം, പരിശുദ്ധ ഖുർആനിൽ പറയാണ്, 3000-ഓളം മലക്കുകൾ ഇങ്ങനെ ആകാശത്ത് നിന്ന് വന്ന് ഇറങ്ങി എന്ന് പറയുന്നത്. തലപ്പാവുണ്ട് അവർക്ക്. അവരെങ്ങനെ ഇങ്ങനെ വന്ന് യുദ്ധം ശരിയാണ്. അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം യുദ്ധമെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, വിജയിച്ചു കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഒന്ന് നോക്കുമല്ലോ. നോക്കുമ്പോൾ ഇവിടെ എല്ലാ ശത്രുക്കൾ ഇങ്ങനെ എന്താ പറയാ, ചത്തി കിടക്കുക. എന്നിട്ട് അവന്മാരെ മൊത്തം വലിച്ചോണ്ട് വന്നിട്ട് അബൂജഹലുണ്ട്, ഉത്തുബത്തുണ്ട്, ഷൈബത്തുണ്ട്, ഇങ്ങനെ വളരെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളായിട്ടുള്ളവന്മാരെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട സ്ഥലമാണ് ഇവിടെ. ഇതിന്റെ അടിയിൽ ആര് കിടപ്പുണ്ട് എന്ന് പറയും. ഇതിന്റെ അടിയിൽ ആരുണ്ട്? അബൂജഹൽ ഇവരുടെ അടിയിൽ കിടപ്പുണ്ട്. ഉത്തുബത്ത് ഷൈബത്തല്ല, ഇതിന്റെ അടിയിൽ കിടപ്പുണ്ട്. അപ്പൊ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ റിംഗ് ആയിരുന്നു. ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞ താഴെയുണ്ട്. അപ്പൊ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഇപ്പൊ നിനക്ക് മനസ്സിലായോ, ഇപ്പൊ ഞാൻ പറഞ്ഞ ദീനെല്ലാം ശരിയാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സഹാബാക്കൾ ചോദിക്കും, കമ്പി കയറല്ലേ, സഹാബാക്കൾ ചോദിക്കും, അതെങ്ങനെയാ അവര് കേൾക്കോ റസൂലെ? നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ വലിയ ശബ്ദത്തിൽ അവരത് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അല്ലാതെ ലാനത്ത് ഇറങ്ങിയ ആളുകൾ ഇതിന്റെ അടിയിൽ കിടപ്പുണ്ട്. നമ്മളിപ്പോ വന്നതും എല്ലാം ഇപ്പൊ അവർ കേട്ടോണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ബദറിന്റെയും ബദരീങ്ങളുടെയൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ.